സ്ഥാപനത്തിന്റെ പേര് AV എഞ്ചിനീയറിംഗ്. സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ പരിധി. സാർ ഈ മേഖലയ്ക്ക് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? ഞാനിപ്പോ ഒരു 22 കൊല്ലത്തോളായി. തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് പഠിത്തം കഴിഞ്ഞു, ഫൈൽഡായി നേരെ വർഷാപ്പിലേക്ക് കയറി, വീട്ടുകാർ വിട്ടു. അവിടെ അതൊന്നും ഇറങ്ങാണ്ട് സ്ഥിരമായിട്ട് അതിൽ നിന്നു. അങ്ങനെ ഇപ്പൊ ഒരു 10-22 കൊല്ലമായിട്ട് ഇതിലെ ഈ ഫീൽഡിൽ നിന്നേ മാറിയിട്ടില്ല. പിന്നെ നാട് വിട്ട് മാറിയുന്നുണ്ടാ? മാറി നിന്നിട്ടില്ല. ഈ മേഖല തന്നെ തുടച്ച് ഈ പണി തുടങ്ങിയ പിന്നെ ഇതിലെന്നെ നിന്നിട്ടുള്ളൂ, മാറിയിട്ടില്ല. പുറത്ത് പോയിട്ടൊന്നുമില്ല. ആദ്യം താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പോണം, പിന്നെ വേണ്ട വെച്ചു ഇവിടെ തന്നെ കൂടി. ഈ സ്വന്തമായി സ്ഥാപനം തുടങ്ങാൻ ഒരു ആശയം എങ്ങനെ ഉണ്ടായത്? സ്വന്തമായി ഇതിപ്പോ തുടങ്ങിയിട്ട് 6 വർഷമായി ഞാൻ സ്വന്തമായിട്ട്. ഇത് നമ്മുടെ നാട്ടിൽ കൊറോണ പിടിച്ചോട് കൂടിയിട്ട് പിന്നെ മൊത്തം വർക്കുകൾ കുറവ് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ സ്വന്തമായിട്ട് വർക്കുകൾ അവിടെ ഇവിടെ ചെറിയ തോതിൽ കിട്ടി തുടങ്ങിയപ്പോ പിന്നെ അങ്ങനെ ഇതിലേക്ക് ഫുള്ളായിട്ടുണ്ട് മാറി. അങ്ങനെ സ്ഥാപനം എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോ നമ്മളിപ്പോ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ വർക്കുകളാണ് കൂടുതൽ? പിന്നെ സാറ് തുടങ്ങിയ കാലഘട്ടം പോലെയല്ല, ഇപ്പൊ ഈ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് സാധ്യതകള്, വർക്കുകൾ കൂടിയിരിക്കണം ഈ ഇൻഡസ്ട്രി ഏരിയയില്. ആദ്യ കാലത്ത് ഒരു ഗേറ്റ് ഗ്രില്ല് ചെയ്ത് മാത്രം ഒതുങ്ങുന്നത് ഇപ്പൊ ഒരുപാട് വർക്കുകൾ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയും. പണ്ട് വർക്കുകൾ കണ്ടമാനം മാറ്റം വന്നിരിക്കണു. എന്നുവെച്ചാൽ പണ്ടത്തെ ഗേറ്റിംഗ് ഗ്രില്ല് പോലെ അല്ല ഇപ്പോഴത്തെ കാര്യങ്ങള്. പണ്ട് ഒരു വീട്ടിലൊരു ഗേറ്റ് ഒരു ഗ്രില്ലാണ്, വർക്കേരിയ ഗ്രില്ല് ഡോറ്, ഷീറ്റ് മേജറൊന്നും കുറവായിരുന്നു. ഇപ്പോ ഷീറ്റിന്റെ വർക്കുകൾ, ഓടിന്റെ വർക്കുകൾ, ഈ മേഖലയെ ഫുള്ളായിട്ട് പണ്ടത്തെക്കാളും പുരോഗമനമായിട്ടുള്ള ഒരു രീതിയിലൊക്കെ പോകണം. പണ്ടത്തെ കാലം ഒന്നുമല്ല. പിന്നെ വർക്കുകൾ ഇപ്പോ എഞ്ചിനീയർമാരുടെ കറപ്പില് നല്ല അവര് ഓരോ ഡിസൈനില് വർക്കുകൾ കൊണ്ടുവരുമ്പോ നമ്മളതിലേക്ക് നമ്മുടെ ഐഡിയ വെച്ചിട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാരും ഇത് കൂടിയിട്ട്. എഞ്ചിനീയർമാരുടെ വർക്കുകൾ വെച്ചാൽ നമുക്ക് പഴയതുപോലെ ഇപ്പോഴും ഒരു പുതിയത് നമ്മള് ചിന്തിക്കുന്നത്. പഴയതിനായാലും നന്നായി ചെയ്യണം. ഒരു വർക്ക് കഴിഞ്ഞു അത് പോലെ വേറൊരു വർക്ക് കിട്ടുമ്പോ അത് നന്നാക്കണം. അങ്ങനെ ഒന്നും പഠിക്കല്ല, ഇതുവരെ ഒന്നും പഠിച്ചോണ്ട് പോയിട്ടില്ല. നമ്മുടെ ഒരു ധൈര്യം അത് വെച്ചിട്ട് പുതിയ മോഡലുകൾ ചെയ്യുമ്പോ അത് പുതിയതായി ഇത് ചെയ്തിട്ട് വരിക. അത്രയും ഇത് കിട്ടും, എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാം. ഡിസൈനുകളൊക്കെ നമ്മളിപ്പോഴത്തെ മെറ്റീരിയലൊക്കെ കിട്ടാറുണ്ട്. ഇപ്പൊ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. എല്ലാത്തിനും മെറ്റീരിയൽ ഇറങ്ങുന്നുണ്ട്, എല്ലാ മോഡലും മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ വർക്കിങ്ങിന് നോക്കണ്ടുള്ളൂ. നമ്മള് വർക്ക് കൂടുതൽ നമ്മൾ ഈ വടക്കാഞ്ചേരി ഭാഗത്താണോ കൂടുതൽ സാർ സ്ഥലങ്ങൾക്ക് എത്തിപ്പെടാറുണ്ടോ? വർക്കുകൾ വടക്കാഞ്ചേരിന്നല്ല, വടക്കാഞ്ചേരി അല്ല, ഞാനിപ്പോ എടപ്പാള് ആ ഭാഗങ്ങളൊക്കെ കൂടുതൽ, പൊന്നാനി, തൃശ്ശൂര്, ഗുരുവായൂര് ഒക്കെ ലോങ്ങ ചെയ്യാറ്. അവർക്ക് കുറവാ. ഇവിടെ അല്ല, നമ്മുടെ സാറുമാരൊക്കെ അവിടെ ആയിട്ട് നമ്മൾ ആ ഭാഗത്തേക്ക് നീങ്ങുക. ശരിക്കും നമ്മളൊരു വീട്ടിലൊരു ചെന്ന് കഴിഞ്ഞാല് ഇപ്പൊ എന്തൊക്കെ വർക്കുകളാണ് ഒരു വീട്ടില് വർക്കായിട്ടുള്ളത്? ഇപ്പൊ ഒരു വീട്ടിലെന്ന് കഴിഞ്ഞാൽ ഗേറ്റ് ഉണ്ടാവും, പിന്നെ ഗ്രില്ല് ഉണ്ടാവും, പിന്നെ ഡ്രസ് വർക്ക്, പിന്നെ സ്റ്റീലിന്റെ വർക്ക്, ഹാൻഡ് റെയിലിന്റെ വർക്ക്. ചിലര് പോളികാർബൺ മേയ, ഫ്രണ്ട് കാർപോർട്ട് പോളികാർബൺ മേയാണ് പരിപാടി. വർക്കുകൾ തന്നെ കൂടുതൽ. പോളികാർബൺ ഇപ്പോ ലോങ് ലൈഫ് നിൽക്കാറുണ്ട്? അപ്പൊ അതൊക്കെ പോളികാർബൺ നിൽക്കാറ് 15 വർഷം 30 വർഷം അവർ പറയുന്നുണ്ട്. കുഴപ്പമുണ്ടാവാറില്ല, നിൽക്കാറുണ്ട്. നമ്മളിപ്പോ ഷീറ്റില് ഓടും ഇത് രണ്ടും കൂടി ചെയ്യാറുണ്ടോ? ഷീറ്റിൽ വർക്ക് ഉണ്ട്, ഓടിന്റെ വർക്ക് ഉണ്ട്, സിംഗിൾസ് ഉണ്ട്. ബോർഡ് അടിച്ചിട്ട് സിംഗിൾസ് ചെയ്യാം. ഓട് ഷീറ്റ് സിംഗിൾസ് അതന്നെ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത്. ഈ പുറത്തെ വർക്കുകളാകുമ്പോ സ്ക്വയർ ഫീറ്റിനാണോ വർക്ക് എടുക്കാറ്? സ്ക്വയർ ഫീറ്റിന് ചെയ്യാറുണ്ട്. സ്ക്വയർ ഫീറ്റ് ചിലത് ഇപ്പൊ ലേബർ ചെയ്യേണ്ടി വരും, സ്ക്വയർ ഫീറ്റിന് തന്നെ എല്ലാം ചെയ്യാറ്. സാറിനിപ്പോ സപ്പോർട്ട് ചെയ്തിട്ട് എത്ര പേരെ ഉള്ളത് വർക്ക് ചെയ്യാൻ? നമ്മുടെ കൂടെ 4 ആളുണ്ട്, കൂടെ ഉണ്ടാവാറുണ്ട്. പിന്നെ വലിയ വർക്കുകൾ വരികയാണെങ്കിൽ നമ്മള് കൂട്ടുകാരന്മാരെ സഹായിച്ചത് അവർ പണിക്കാരെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ ഗേറ്റ്, ഗ്രില്ല്, കട്ട്ല അതെല്ലാം വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാ? ഗേറ്റ് ഉണ്ട്, ഗ്രില്ലുണ്ട്, ഡ്രസ് വർക്ക് ഉണ്ട്. പിന്നെ ഇപ്പൊ പുതിയതായി ഗ്യാസിന്റെ കോഡ് ഡോറില് കുറ്റി വെച്ചിട്ട് ടൈപ്പ്. പിന്നെ പോളികാറിന്റെ കോഡിന്റെ വർക്ക് എല്ലാം ഉണ്ട്, സ്റ്റീലിന്റെ വർക്ക്. സാറിന്റെ ആഗ്രഹം എന്താ? അടുത്ത ആഗ്രഹം എന്താ? ഒരു ലക്ഷ്യം എന്താ? ശരിക്കും ലക്ഷ്യമൊന്നുമില്ല. ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വർക്കുകൾ ചെയ്തിട്ട് മുന്നോട്ട് സുഖമായിട്ട് ജീവിച്ചിട്ട് നല്ല രീതിയിൽ പോവുക. വെറൈറ്റി വർക്കുകൾ കിട്ടാറുണ്ടോ ചെയ്യാൻ? വെറൈറ്റികൾ തന്നെ എപ്പോഴും ഈ എഞ്ചിനീയർമാരുടെ കൂടിയിട്ട് വലിയ വലിയ വീടുകളൊക്കെ അവർ ചെയ്യാറ്. 2000 സ്ക്വയർ ഫീറ്റ്, 3000 അങ്ങനെ വലിയ വലിയ വീടുകളാണ്. അതിൽ തന്നെ എഞ്ചിനീയർമാർക്ക് അറിയാലോ പലതരം മോഡലുകൾ അവർ വന്നുകൊണ്ടിരിക്കുക പുറത്ത് പുതിയതായിട്ട്. അതിൽ നമ്മൾ പറയും, നമ്മുടെ ഐഡിയ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക, നല്ല വർക്കുകൾ ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. നമ്മൾ 2000 സ്ക്വയർ ഫീറ്റിന്റെ വീടിനൊക്കെ എത്ര ചെയ്യാത്ത 2000 സ്ക്വയർ ഫീറ്റ് വീടിനാണെങ്കിൽ ഒരു കഷ്ടി 3 ആഴ്ചയിലൊക്കെ തീർത്തിരിക്കാം. ഷീറ്റിന്റെ വർക്ക് ഓടാൻ കൂടും, പണിക്കാരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലത് കൂടും, ചിലത് കുറയും. 2-3 ആഴ്ചകളിലൊക്കെ കഴിയാം. ഫാമിലി ആരൊക്കെ ഉണ്ട്? ഫാമിലി അച്ഛനമ്മ, അനിയൻ,
പിന്നെ ഞാന്, വൈഫ്, കുട്ടികള്. നമ്മൾ ഈ മേഖലയിൽ പുതിയതായി വരുന്ന ആൾക്കാരോട് സാറിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? പുതിയതായി കൊടുക്കാതെ ഈ വർക്ക് സ്ഥിരം ഉള്ള വർക്കാണ്. നമുക്ക് വീടുകൾ എന്തായാലും നിൽക്കില്ല, പല മോഡലുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ എല്ലാം ഇരുമ്പിൽ തന്നെ ആയി തുടങ്ങുകയാണ് ഇപ്പൊ, വീടുകളായാലും ബിൽഡിങ്ങുകളായാലും. അപ്പൊ ഇതിലേക്ക് ആൾക്കാര് വരാൻ മടിക്കുന്നത് വെയിലിന്റെ പ്രശ്നങ്ങളും ഒക്കെ കാരണം കൊണ്ടാ തോന്നുന്നു. പിന്നെ അവര് ഇതില് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള പണികൾക്ക് പോലെ ഒരുപാട് കൂലികള് കുറവാണ്. നമ്മളിപ്പോ അതിശീലം എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ പൈസ നോക്കാണ്ട ഒരു പണി പഠിക്കണം നമ്മള്, അങ്ങനെ ചിന്തയാണ് ഇത് വേണ്ടത് ശരിക്കും. അങ്ങനെ വരണം ശരിക്കും എല്ലാ ആൾക്കാരും. നമ്മൾ ഈ അഡ്രസ് ഒന്നും കൂടി പറയാമോ? ഇത് വർഷാപത്ത് പേര് AV എഞ്ചിനീയറിംഗ്, പരുത്തിപ്പറ, ഓട്ടുപാറയിലാണ്. ഓട്ടുപാറ ഓർക്കാൻ